അധ്യായം 8 അധികാരം ജനങ്ങൾക്ക് ഭാഗം 2. നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഗ്രാമസഭയ്ക്കുള്ള പങ്കും ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാകുന്നത്? പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ഗ്രാമങ്ങളിൽ പുരോഗതി ഉണ്ടാവും. അങ്ങനെയാണ് ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാകുന്നത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണെന്ത്? അധികാര വികേന്ദ്രീകരണം. എന്താണ് അധികാര വികേന്ദ്രീകരണം? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അങ്ങനെയെങ്കിൽ അധികാര കേന്ദ്രീകരണം എന്നാൽ എന്താണ്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. എന്താണ് അധികാര കേന്ദ്രീകരണം? കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കാനുമുള്ള അധികാരം ഉയർന്ന തലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം കുറവായിരിക്കും. അധികാരം ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നില്ല. അതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണം എന്നാൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നു. സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ ഉയർന്ന പങ്കാളിത്തമുണ്ടാകും. അധികാരം നിയമപരമായി ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഇനി നോക്കൂ, അധികാര വികേന്ദ്രീകരണം സവിശേഷതകൾ. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇനി നോക്കൂ, തന്നിരിക്കുന്ന ആശയപടം കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്ത് വിവരണം തയ്യാറാക്കുക. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. എന്താണ് അധികാര വികേന്ദ്രീകരണം? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അധികാരം നിയമപരമായി ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ ഭരണകാര്യങ്ങളിൽ ഉയർന്ന പങ്കാളിത്തം ലഭിക്കുന്നു. അത് പ്രാദേശിക വികസനത്തിന് കാരണമാവുകയും അതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനവും സാധ്യമാകുന്നു. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു എന്നതും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും അധികാര വികേന്ദ്രീകരണത്തിലൂടെ കൈവരുന്നു. ഇനി നോക്കൂ, അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിൻ്റെ സിരാകേന്ദ്രങ്ങളായിരുന്നു അവ.
പഞ്ച അഥവാ 5, ആയത് യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച എന്നാൽ 5, ആയത് എന്നാൽ യോഗം അഥവാ സമ്മേളനം. പഞ്ച ആയത് പഞ്ചായത്ത്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് എന്ത് നിലനിന്നിരുന്നു? പഞ്ചായത്ത് നിലനിന്നിരുന്നു. ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു എന്ത്? പഞ്ചായത്ത്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടെ അത് ദുർബലമായി. വീണ്ടും 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് പിന്നെയും പഞ്ചായത്തിന് പുതുജീവൻ നൽകിയത്. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്തിനെക്കുറിച്ച്, പഞ്ചായത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി ആർട്ടിക്കിൾ 40 അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണെന്ത്? നിർദ്ദേശക തത്വങ്ങളെന്ന് പറയുന്നത്. രാഷ്ട്രത്തിന് പൗരന്മാരോടുണ്ടായിരിക്കേണ്ട ബാധ്യതകളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ രാഷ്ട്രത്തിന് നമ്മളോട് ഉണ്ടായിരിക്കേണ്ട ചില ബാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ആ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. അത് പരിഹരിക്കുന്നതിന് പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമൊക്കെയായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിലെ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ് നമുക്ക് പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തത്? 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം. എന്താണ് ത്രിതല പഞ്ചായത്ത്? വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്. ഇവ ഉൾപ്പെടുന്നതാണെന്ത്? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. അതായത് 3 ഡിവിഷൻ, 3 വിഭജിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്ത് അത് വില്ലേജ് തലത്തിൽ, ബ്ലോക്ക് തലത്തിലോ ഒരു പഞ്ചായത്ത് സമിതി, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം. പിന്നെയോ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് നൽകി. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും നൽകി. എന്താണ് പറഞ്ഞത്? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് ഏത് ഘടകത്തിനാണ്? പഞ്ചായത്ത് സമിതിക്കാണ്.
മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും. ആരാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്? അതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് തലത്തിലുള്ള പഞ്ചായത്ത് സമിതിക്കാണ്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ പരിഷത്താണ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. എന്താണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്? വോട്ടിങ്ങിലൂടെയുള്ള തിരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തിരഞ്ഞെടുപ്പ്. എന്താണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്? നേരിട്ടല്ലാതെയുള്ള തിരഞ്ഞെടുപ്പാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. വോട്ടർമാർ നേരിട്ടല്ലാതെ തിരഞ്ഞെടുക്കുന്നതാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ജില്ലാ പരിഷത്തിലേക്കും പഞ്ചായത്ത് സമിതിയിലേക്കും പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് 3 ഘടകങ്ങൾ: ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, പിന്നെ ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ. പിന്നെ എന്താണ്? വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ആസൂത്രണം ചെയ്യുന്നത് ആരാണ്? പഞ്ചായത്ത് സമിതികൾ. മേൽനോട്ടവും സംഘാടനവും വഹിക്കുന്നത് ജില്ലാ പരിഷത്തും. പിന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ്, ജില്ലാ പരിഷത്തിലും പഞ്ചായത്ത് സമിതിയിലും പരോക്ഷ തിരഞ്ഞെടുപ്പും. അടുത്തത് നോക്കൂ, അശോക് മേത്ത കമ്മിറ്റി ശുപാർശ. 1978 അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ എങ്ങനെയായിരുന്നു? ത്രിതല പഞ്ചായത്തായിരുന്നു. അശോക് മേത്ത കമ്മിറ്റിയിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് സംവിധാനം, അതായത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തിനും ഗ്രാമങ്ങളുടെ ചുമതല മണ്ഡൽ പഞ്ചായത്തിനും ആയിരുന്നു. 15,000 മുതൽ 20,000 വരെ ജനസംഖ്യ വരുന്ന ഗ്രാമങ്ങളുടെ കൂട്ടമാണെന്ത്? മണ്ഡൽ പഞ്ചായത്ത്. ഗ്രാമങ്ങളുടെ ചുമതല മണ്ഡൽ പഞ്ചായത്തിനും ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തിനുമായിരുന്നു ചുമതലയുണ്ടായിരുന്നത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പട്ടികജാതി പട്ടികവർഗ സംവരണം. എന്തെല്ലാം കാര്യങ്ങളാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം, പിന്നെയോ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, പട്ടികജാതി പട്ടികവർഗ സംവരണം, ജില്ലാതല ആസൂത്രണ ചുമതല ജില്ലാ പരിഷത്തിന്, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. ഇത്രയും കാര്യങ്ങളാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗികത ഉറപ്പുവരുത്തണമെന്നും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. പിന്നെ സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി പിരിവിനായി നിർബന്ധിത അധികാരങ്ങൾ നൽകണമെന്നുമെല്ലാം അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. എന്തിനാണ് ഈ കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും മറ്റും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും പ്രാദേശിക ഭരണം ശക്തമാകാത്തതിനാൽ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും അതിനാൽ നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ച് അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അനവധി കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. അതിലെ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. എന്തൊക്കെയായിരുന്നു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്? ത്രിതല പഞ്ചായത്ത് അല്ലേ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗോർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം എവിടെയാണ് വന്നത്? രാജസ്ഥാനിൽ. അതിനുശേഷമാണ് അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും പിന്നീട് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമെല്ലാം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. ഭരണഘടനാ ഭേദഗതി.
അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാറുന്ന കാലത്തിനനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താറുണ്ട്, നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നു. അതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40-ലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. എങ്കിലും ശക്തമായ ഒരു പ്രാദേശിക ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിനായി പല കമ്മിറ്റികളും രൂപപ്പെട്ടു, അവരുടെ ശുപാർശകളൊക്കെ സ്വീകരിച്ചു. പക്ഷെ അത് നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിട്ടു. അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് സ്വയംഭരണ അവകാശം നൽകുന്നതിനായിട്ടാണ് നിയമം കൊണ്ടുവന്നത്. അങ്ങനെ മുൻപുണ്ടായിരുന്ന നിയമങ്ങളെ ഭേദഗതി ചെയ്ത്, ഭേദഗതി ഏതൊക്കെയാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയും പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു. 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനം. അതിൽ പറയുന്നത് ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ സംവിധാനം. ഇത്രയും കാര്യങ്ങളാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതി നിയമം രാജ്യത്തെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളാക്കി മാറ്റി. പിന്നെയോ ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. പിന്നെ എന്താണ് കൊണ്ടുവന്നത്? അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തുകൾക്ക് കൈമാറണമെന്ന് ഒരു നിയമം വന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാക്കി. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു സംവിധാനവും കൊണ്ടുവന്നു. ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത്? പഞ്ചായത്ത് ഭരണത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ ഭേദഗതികളെല്ലാം കൊണ്ടുവന്നത്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം തന്നെയാണ് 74-ാം ഭരണഘടനാ ഭേദഗതിയിലും പറയുന്നത്. വാർഡ് സഭ അതായത് നഗരപാലികാ സംവിധാനമാണല്ലേ. 73-ാം ഭരണഘടനാ ഭേദഗതിയോ പഞ്ചായത്തി രാജ് സംവിധാനം, ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 74-ാം ഭരണഘടനാ ഭേദഗതി നഗരവുമായി ബന്ധപ്പെട്ടതാണ്, നഗരപാലികാ സംവിധാനം. വാർഡ് സഭ എന്ന് പറയുന്നത് എവിടെയാണ്? നഗരങ്ങളിലല്ലേ? അതെ. അപ്പോൾ നഗരങ്ങളിലും വാർഡ് സഭകളുടെ രൂപീകരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. കാലാവധി 5 വർഷം തന്നെയാണ് ഭരണകാലാവധി. പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വനിതാ സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. 5 വർഷത്തിലൊരിക്കൽ അവിടെയും ധനകാര്യ കമ്മീഷൻ. പിന്നെയോ 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് നഗർ പഞ്ചായത്ത്, പിന്നെയോ മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് 74-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്തിനാണ്? നഗര ഗവൺമെൻറ്റുകളെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്?
ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം? പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? ഏതാണ് അടിസ്ഥാന ഘടകം? ഗ്രാമപഞ്ചായത്ത്. ഇനി നഗരപാലിക സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? നഗർ പഞ്ചായത്താണ്. നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതു പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ. നമ്മളിവിടെ 2 കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. അവരുടെ ശുപാർശകളെ കുറിച്ച് പഠിച്ചു. പിന്നെ 73, 74 ഭേദഗതികളെ കുറിച്ചും പഠിച്ചു. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത കമ്മിറ്റികളുടെ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് 73, 74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെയാണെന്ന് നോക്കൂ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ? ത്രിതല പഞ്ചായത്ത് സംവിധാനം. പിന്നെയോ പട്ടികജാതി പട്ടികവർഗ സംവരണം. മറ്റെന്തെല്ലാമാണ്? കണ്ടെത്തി എഴുതി നോക്കൂ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഘടന. കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം എങ്ങനെയാണ്? 3 ഘടകങ്ങളുണ്ടല്ലേ? ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, തൊട്ടുമുകളിലായി ബ്ലോക്ക് പഞ്ചായത്ത്, അതിനു മുകളിലായി ജില്ലാ പഞ്ചായത്ത്. 3 ഘടകങ്ങളായിട്ടാണ്. ത്രിതല പഞ്ചായത്താണ്. നഗരപാലിക സംവിധാനമോ? മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല സംവിധാനമാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത ത്രിതല സംവിധാനമാണ്. എന്നാൽ നഗരപ്രദേശങ്ങളിലോ? ദ്വിതല സംവിധാനമാണ്. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തി എഴുതുക. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കൗൺസിലർ. നഗരപ്രദേശങ്ങളിലാണ് മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കൗൺസിലറും ഒക്കെ ഉള്ളത്. മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടാവും. കോർപ്പറേഷനിലോ? കോർപ്പറേഷൻ കൗൺസിലർ, മേയർ. ജനകീയാസൂത്രണം കേരളത്തിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1996 ജനകീയാസൂത്രണം നടപ്പിലാക്കിയത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി. അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്തുകളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ഇപ്പോൾ പഞ്ചായത്തുകളിലെ വനിതാ സംവരണം എത്രയാണ്? 50%. 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണത് നടപ്പിലാക്കിയത്. മാത്രമല്ല, പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി 10% പദ്ധതി വിഹിതവും മാറ്റിവെച്ചിട്ടുണ്ട്. ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നിരീക്ഷിക്കൂ. എന്തൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് അവ നിർവഹിക്കുന്നത്? ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ,
മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളും സേവനങ്ങളുമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവ കൂടാതെ മറ്റു ചുമതലകൾ കൂടിയുണ്ട്. സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക, റോഡുകളും പൊതുമുതലുകളും സംരക്ഷിക്കുക തുടങ്ങി നിരവധി ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സേവനങ്ങൾ എന്തൊക്കെയാണ്? വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എന്താവശ്യമുണ്ട്? വരുമാനം ആവശ്യമാണ് അല്ലേ? എങ്ങനെയൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വരുമാനം ലഭിക്കുന്നതെന്ന് നോക്കാം. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. മിഴി: മുത്തശ്ശി, ഇന്നു ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ചുമതലകളെക്കുറിച്ച് പഠിച്ചല്ലോ. മുത്തശ്ശി: ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മിഴി: സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? മുത്തശ്ശി: മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളുമുണ്ട്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. മിഴി: മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ. അതും പഞ്ചായത്തിന്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ? മുത്തശ്ശി: അതെ, അതും ഉൾപ്പെടും. കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ അടയ്ക്കുന്ന ഫീസും പഞ്ചായത്തിന്റെ വരുമാന മാർഗത്തിൽ ഉൾപ്പെടും. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും, പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ ഉൾപ്പെടും. മിഴി: ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗങ്ങളുണ്ടല്ലേ? മുത്തശ്ശി: ഉണ്ട്. പക്ഷേ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും. എങ്ങനെയാണ് വ്യത്യാസം വരിക? കെട്ടിടങ്ങളും മാർക്കറ്റുകളും തിയേറ്ററും പൊതുസ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നിന്നുള്ള വരുമാനം കൂടുതലായിരിക്കും. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ വരുമാനം നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ചാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ? ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടും. മിഴിയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇനി പറയൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വിവിധ തരം നികുതികൾ, പെർമിറ്റ്, രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ തരം ഫീസുകൾ, പഞ്ചായത്ത് ചുമത്തുന്ന പിഴകൾ, സംഭാവനകൾ, പിന്നെയോ ഗുണഭോക്താക്കളിൽ നിന്നുള്ള വിഹിതങ്ങൾ. ഇവയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയാസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മിലൻ തയ്യാറാക്കിയ സെമിനാർ പ്രബന്ധത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചുവടെ ചേർക്കുന്നു. എന്തൊക്കെയാണ് വെല്ലുവിളികൾ നേരിടുന്നത്? അധികാര വികേന്ദ്രീകരണം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ ചേർക്കുന്നു. എന്തൊക്കെയാണ് വെല്ലുവിളികൾ? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, ഓരോ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ള തുക സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത, ഇവയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണമാണിത് ഉറപ്പാക്കുന്നത്. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയയാണെന്ത്? അധികാര വികേന്ദ്രീകരണം. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അധികാരം ജനങ്ങൾക്ക് എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.